അനാവശ്യമായിട്ട് തുടങ്ങിയ യുദ്ധം ഇപ്പോൾ ട്രംപിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്. അങ്ങനെ ട്രംപിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ആയിട്ട് മാറിയിരിക്കുന്നു. വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസിന്റെ അധികാര കസേരയിലിരുന്ന് ലോക ഭൂപടത്തിലേക്ക് നോക്കി വിരൽ ചൂണ്ടുന്ന ഡൊണാൾഡ് ട്രംപിന് പിഴയ്ക്കുകയാണ്. ഒമാൻ മധ്യസ്ഥത വഹിക്കുന്ന US-ഇറാൻ ചർച്ചകളിൽ തങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ബോംബ് എറിഞ്ഞ് തകർക്കുമെന്ന ട്രംപിന്റെ ഒടുവിലത്തെ ഭീഷണി കേട്ട് മിഡിൽ ഈസ്റ്റ് മാത്രമല്ല ലോകം മുഴുവൻ ഞെട്ടിവിറച്ചു നിൽക്കുകയാണ്. എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്? ഫോക്സ് ന്യൂസിന്റെ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് ഹോർമുസ് കടലിടുക്കിന്റെ ചോര മണക്കുന്ന ജലനിരപ്പിലേക്ക് നോക്കി ട്രംപ് ആക്രോശിച്ചപ്പോൾ അതൊരു ആഗോള യുദ്ധത്തിന്റെ തുടക്കമാണെന്ന് പലരും ഭയന്നു. എന്നാൽ അമേരിക്കയുടെ ഒരു ആറ്റമിക് ഭീഷണികൾക്ക് മുന്നിൽ വെള്ളക്കൊടി കാട്ടി കീഴടങ്ങാൻ ഇറാൻ എന്ന സിംഹം തയ്യാറല്ല. പശ്ചിമേഷ്യയുടെ അധിപൻ തങ്ങളാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപിന്റെ വാക്കുകൾ വെറും പരാജയ ഭീതിയിൽ നിന്നുള്ള കള്ളങ്ങൾ മാത്രമാണെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തുറന്നടിച്ചു. അമേരിക്കൻ പടക്കപ്പലുകളുടെ നിഴൽ വീണ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ തങ്ങളുടെ സൈനിക വ്യൂഹത്തെ അണിനിരത്തിക്കൊണ്ട് ട്രംപിന്റെ വെല്ലുവിളിയെ നെഞ്ചുവിരിച്ചു തന്നെയാണ് നേരിടുന്നത്. പക്ഷേ ഈ യുദ്ധക്കളിയേക്കാൾ ട്രംപിനെ ഇപ്പോൾ ശരിക്കും വേട്ടയാടുന്നത് സ്വന്തം നാട്ടിൽ നിന്നുള്ള തിരിച്ചടികളാണ്. ഇറാന്റെ മണ്ണിൽ വിത്ത് വിതച്ച് പശ്ചിമേഷ്യയിൽ അധികാരം കൊയ്യാൻ ഇറങ്ങി പുറപ്പെട്ട ട്രംപിന്റെ ജനപ്രീതി സ്വന്തം രാജ്യത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. ഒരു രാജ്യത്തെ നശിപ്പിച്ച പ്രസിഡന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. റോയിട്ടേഴ്സ് പുറത്തുവിട്ട ഏറ്റവും സർവേയിലെ ഒരു ഞെട്ടിക്കുന്ന കണക്കുകൾ ഈ വൈറ്റ് ഹൗസിന്റെ അടിത്തറ ഇളകുകയാണ് എന്നതാണ്. അതായത് 64% അമേരിക്കക്കാരും ട്രംപിനെതിരെ തിരിയുമ്പോൾ ഈ കളിയിൽ തോൽക്കുന്നത് ഇറാനല്ല, മറിച്ച് ട്രംപ് എന്ന അമേരിക്കൻ ഭരണാധികാരി തന്നെയാണ്. നമുക്ക് ആ ഒരു കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ മനസ്സിലാകും ട്രംപ് എത്രത്തോളമാണ് ഇന്ന് ഭയപ്പെടുന്നത് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ ട്രംപ് പെട്ടെന്ന് ഒമാനെതിരെ ഇത്രയും വലിയൊരു ഭീഷണി മുഴക്കിയത്? ഒമാൻ എക്കാലത്തും പശ്ചിമേഷ്യയിലെ ഒരു നിശബ്ദ മധ്യസ്ഥനാണ്. US-ഉം ഇറാനും തമ്മിലുള്ള ബാക്ക് ചാനൽ ഒരു ചർച്ചകൾക്ക് വഴി തുറന്നത് ഈ ഒമാന്റെ നയതന്ത്ര നീക്കങ്ങളായിരുന്നു. എന്നാൽ ഈ ചർച്ചകളിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ഒമാൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ട്രംപ് തന്റെ യഥാർത്ഥ ഭാവം പുറത്തെടുത്തത്. എല്ലാവരെയും പേടിപ്പിച്ച് തന്റെ വരുതിക്കുള്ളിൽ നിർത്താം എന്നുള്ളൊരു കാഴ്ചപ്പാട് എന്നും ട്രംപ് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇറാനോട് കളിച്ചപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ മൊത്തത്തിൽ മാറിമറിയുകയാണ് ചെയ്തത്. അതുവരെ ഉണ്ടായിരുന്ന ട്രംപിന്റെ പദവിയും പ്രൗഢിയും എല്ലാം ഒറ്റയടിക്കാണ് ഇറാൻ തകർത്ത് കളഞ്ഞത്. ഇനി ഫോക്സ് ന്യൂസ് മാധ്യമ പ്രവർത്തകൻ ട്രേ ഈസ്റ്റിനോട് ട്രംപ് പറഞ്ഞ വാക്കുകൾ കേവലം ഒരു പ്രസ്താവനയല്ല, അതൊരു പരസ്യമായിട്ടുള്ള യുദ്ധ പ്രഖ്യാപനമാണ്. പക്ഷെ ആ യുദ്ധത്തിൽ ട്രംപ് വിജയിക്കില്ല എന്നതാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത്. US-ഇറാൻ ചർച്ചകളിൽ ഒമാൻ തടസ്സം സൃഷ്ടിച്ചാൽ അവിടെ ബോംബാക്രമണം നടത്തുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയത്. ഒരു പരമാധികാര രാഷ്ട്രത്തിന് നേരെ ലോകശക്തി എന്ന് അവകാശപ്പെടുന്ന രാജ്യത്തിന്റെ തലവൻ നടത്തുന്ന ഇത്തരം ഗുണ്ടാ ശൈലിയിലുള്ള പരാമർശങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇനി ട്രംപിനെ പ്രകോപിപ്പിച്ചത് മറ്റൊരു ഘടകമാണ്. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒമാനും ഇറാനും തമ്മിൽ ഒരു സംയുക്ത കരാറിലേക്ക് നീങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ലോകത്തെ ആകെ എണ്ണക്കടത്തിന്റെ വലിയൊരു ശതമാനവും കടന്നുപോകുന്ന ഈ ഒരു തന്ത്രപ്രധാന പാതയുടെ നിയന്ത്രണം ഇറാന്റെയും ഒമാന്റെയും കൈകളിൽ ഒതുങ്ങി നിന്നാൽ അത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ അപ്രമാദിത്വത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ചർച്ചകൾക്കായിട്ട് നിശ്ചയിച്ചിരുന്ന 60 ദിവസത്തെ ധാരണാപത്രത്തിന്റെ കാലാവധി അവസാനിച്ച ഘട്ടത്തിലാണ് ട്രംപിന്റെ ഈ ഒരു ഭ്രാന്തൻ നീക്കങ്ങൾ നടക്കുന്നത്. ഈ സമയപരിധിക്കുള്ളിൽ ഇറാനെ പൂർണ്ണമായിട്ടും മുട്ടുകുത്തിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ യുദ്ധത്തിൽ നിന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യം. ഇനി ഈ ഒരു പരാജയം മറച്ചുവെക്കാനാണ് ഇറാൻ എത്രയും വേഗം വെള്ളക്കൊടി കാട്ടി കീഴടങ്ങണമെന്ന് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ട്രംപ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എതിർപ്പുകളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ നോക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിനോട് നോ എന്ന വാക്ക് മുഖത്ത് നോക്കി പറയാൻ ഇറാൻ ഒരു പ്രത്യേക കരുത്തുണ്ട്. അതാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഒമാൻ ഇറാനൊപ്പം നിൽക്കുന്നത്. പണ്ട് അമേരിക്കയോട് നോ പറയാൻ പല രാജ്യങ്ങളും ഈ അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങളും മടിച്ചിരുന്നു. എന്നാൽ പശ്ചിമേഷ്യയിൽ ഇറാനോടുള്ള കളി അമേരിക്ക തുടങ്ങിയപ്പോൾ അതിന് ചില കാര്യങ്ങളും മാറ്റങ്ങളും ഒക്കെ വന്ന് ഇന്നിപ്പോൾ അമേരിക്കയ്ക്ക് മുന്നിൽ നേർക്ക് നേർ നോ പറയാൻ പല രാജ്യങ്ങളും പഠിച്ചു എന്നുള്ളതാണ്. സൗദി ഉൾപ്പെടെ ആദ്യമേ ഈ ഒരു യുദ്ധത്തിനെ വലിയ രീതിയിലൊന്നും സ്വാധീനിച്ചു
പരിഗണിച്ചില്ല. പിന്നീട് അമേരിക്കയ്ക്കൊപ്പം നിന്നുകൊണ്ട് ആക്രമണം നടത്താൻ തുടങ്ങി. അങ്ങനെയാണ് ഹൂത്തികളുടെ ഭാഗത്ത് നിന്നും വലിയൊരു പ്രഹരം ഈ സൗദിയിലേക്ക് വരുന്നത്. പിന്നീട് സൗദിയൊക്കെ എടുത്ത നിലപാട് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെ തളർത്തുന്നതായിരുന്നു. അമേരിക്കയുടെ ഒരു ബാക്ക് ചാനൽ ചർച്ചകളെയും സമാധാന നാടകങ്ങളെയും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പരസ്യമായിട്ട് തള്ളി പറയുകയാണ് ചെയ്തത്. പരാജയ ഭീതി പൂണ്ട ട്രംപ് ജനങ്ങളെ പറ്റിക്കാൻ കള്ളം പറയുകയാണെന്ന് ഇറാൻ ലോകത്തോട് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ യുദ്ധം ആദ്യം തൊട്ട് ഈ നിമിഷം വരെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ട്രംപിന്റെ രീതികൾ എങ്ങനെയാണ്, ട്രംപിന്റെ നിലപാട് എങ്ങനെയാണ്, ട്രംപിന്റെ മാനസിക നില എന്താണെന്നുള്ളത്. ഇതിനിടയ്ക്കാണ് അമേരിക്കയ്ക്ക് മറ്റൊരു തിരിച്ചടി ഉണ്ടാകുന്നത്. US പടക്കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കണുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഏറ്റവും പുതിയ വിവാദങ്ങൾ. ഇറാന്റെ തീരങ്ങളിലേക്ക് ഭയപ്പെടുത്താൻ അയച്ച ഈ ഒരു വമ്പൻ പടക്കപ്പലിന്റെ സുരക്ഷയും ദൗത്യത്തെയും കുറിച്ച് ഉയർന്ന ചോദ്യങ്ങൾ അമേരിക്കൻ പ്രതിരോധ വകുപ്പിനെ പോലും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇത് ട്രംപിന്റെ സൈനിക തന്ത്രങ്ങളുടെ പരാജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനെ തകർക്കാൻ പുറപ്പെട്ട ട്രംപിന്റെ സ്വന്തം തട്ടകമായിട്ടുള്ള അമേരിക്കയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ റോയിട്ടേഴ്സ് ഇപ്സോസ് പുറത്തുവിട്ട സർവേ ഫലങ്ങൾ ട്രംപിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ്. ട്രംപിന്റെ ജനപ്രീതി വെറും 33% ഇടിഞ്ഞിരിക്കുന്നു. അതായത് ഭൂരിപക്ഷം അമേരിക്കക്കാരും തങ്ങളുടെ പ്രസിഡന്റിന്റെ നയങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി ഈ ഒരു ജനപ്രീതി ഇടിവിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇസ്രയേലിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങി അമേരിക്ക മറ്റൊരു ദീർഘകാല യുദ്ധത്തിലേക്ക് ട്രംപ് വലിച്ചിഴച്ചു എന്ന വികാരം അമേരിക്കൻ ജനതകൾക്കിടയിൽ ശക്തമാണ്. ഇനി യുദ്ധം കാരണം രാജ്യത്തുണ്ടായ വൻ സാമ്പത്തിക ബാധ്യതയും ഇന്ധനവില വർധനവും സാധാരണക്കാരായ അമേരിക്കക്കാരുടെ ജീവിതം നരകതുല്യമാക്കി മാറ്റിയിരിക്കുകയാണ് ട്രംപ്. കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ വർഷത്തെ ഇതേ സമയവുമായി താരതമ്യം ചെയ്യുമ്പോൾ